ഈ ഒരു സംവിധാനം കൊണ്ട് സാധാരണ പാവപ്പെട്ട സ്ത്രീകൾ കുറച്ച് ദൂരത്തേക്ക് ജോലിക്ക് പോകണം, അതായത് ഒരു 10-15 കിലോമീറ്റർ അപ്പുറം ജോലി ചെയ്യുന്ന സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ഇതൊരു വലിയൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ മാസം ചുരുങ്ങിയത് അവർക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു 2000-3000 രൂപ അവർക്ക് ലാഭിക്കാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പം 3000 രൂപ പെൻഷൻ കൊടുക്കുന്നു, 2000 പെൻഷൻ കൊടുക്കുന്നു എന്നതുപോലെ തന്നെയാണ് ഈ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഈ പെൻഷൻ കിട്ടുന്നത് പോലെ തന്നെയാണ് ഇത്. അത് ഏറ്റവും കൂടുതൽ ആവശ്യം സാധാരണ സ്ത്രീകൾക്കാണ്, സാധാരണ ജോലി ചെയ്യുന്ന, സാധാരണ തൊഴിലിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കാണ്. പക്ഷേ അവർക്ക് അവിടെ കയറാനുള്ള ഇടം പോലും ഇല്ലാത്ത രീതിയിൽ മറ്റുള്ള സ്ത്രീകൾ അത് യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മലയാളികളായ സ്ത്രീകൾക്കുള്ള പ്രത്യേകത. ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. മറ്റു സംസ്ഥാനങ്ങളിൽ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമാണ് അവിടെ സ്ത്രീകൾ എന്ന രീതിയിൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന സൗജന്യമായിട്ട്. അല്ലാതെ വെറുതെ യാത്ര ചെയ്യുന്ന ആളുകൾ അവിടെ ഇല്ല. പിന്നെ ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ധന ചെലവ് കുറവാണ്. നല്ല നിരന്ന റോഡായതുകൊണ്ട് ഇന്ധന ചെലവ് വളരെ കുറവാണ്. നമ്മുടെ നാട്ടിൽ മലയോര മേഖലകളാണ്, കുന്നിൻ പ്രദേശങ്ങളാണ്. അപ്പോൾ ഒരുപാട് ഇന്ധന ചെലവ് വരും. അതുപോലെ തന്നെ വണ്ടിക്ക് മെയിൻ്റനൻസ് വർക്കുകൾ ഒരുപാട് കൂടുതൽ വരും. ഈ ഒരു സംവിധാനം മുന്നോട്ട് വെക്കുന്നതോടുകൂടി നമ്മുടെ സ്വകാര്യ ബസ് മേഖലകൾ ഒരുപാട് പ്രതിസന്ധി നേരിടും. അപ്പം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പൊളിച്ചെഴുതി മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് സാധാരണ പാവപ്പെട്ട സ്ത്രീകൾക്ക് മാത്രം കിട്ടുന്ന ഒരു ആനുകൂല്യമായിട്ട് മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവർക്കത് വലിയൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംവിധാനം വളരെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. സാധാരണ സ്ത്രീകൾ, അതായത് 10 മുതൽ 15% സ്ത്രീകൾക്ക് മാത്രമേ ഇത് അനുവദിക്കാൻ പാടുള്ളൂ. ആ 15% സ്ത്രീകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ സാധാരണ ഉപജീവന മാർഗത്തിന് വേണ്ടി തൊഴിലിടങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഈ സൗജന്യ യാത്ര അനുവദിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ കുട്ടികളടക്കമുള്ള ആളുകൾ അതിൽ കയറുകയും അവർക്ക് റീൽസ് ചിത്രീകരിക്കാൻ എന്ന രീതിയിൽ അവർ ഈ മലയോര മേഖലകളിലൂടെയൊക്കെ വെറുതെ യാത്ര ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ KSRTC മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ സംവിധാനം മുന്നോട്ട് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് ഞാനടക്കമുള്ള ആളുകൾ. അപ്പോൾ അതുകൊണ്ട് സംവിധാനം പൊളിച്ചെഴുതി നല്ല രീതിക്ക് ക്രോഡീകരിച്ച് ഈ സംവിധാനം ഇവിടെ നടപ്പിലാക്കണം. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നതല്ല, KSRTC ബസ്സിൽ സാധാരണ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാം എന്ന രീതിയിൽ കൊണ്ടുവന്ന് അവർക്ക് പ്രത്യേക കാർഡുകൾ കൊടുത്ത് ഈ സംവിധാനം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. വീണ്ടും ഒന്നും കൂടി പറയുന്നു, നമ്മുടെ ഭൂപ്രദേശം മലയോര മേഖലയാണ്, കുന്നിൻ പ്രദേശങ്ങളാണ്. എന്നാൽ കർണാടക, തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിലെ ഭൂപ്രദേശം നിരന്ന പ്രദേശങ്ങളായതുകൊണ്ട് ഇന്ധനക്ഷമത, അതുപോലെ തന്നെ വണ്ടിയുടെ മെയിൻ്റനൻസ് വർക്കുകൾ ഒക്കെ ഒരുപാട് വ്യത്യാസം വരും. അതുകൊണ്ട് അന്യ സംസ്ഥാനത്ത് ഈ സംവിധാനം സുഖമായി നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി അതിനെ ക്രോഡീകരിച്ച് ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണം. നല്ലൊരു പദ്ധതിയാണ്. ഇനി അഥവാ അങ്ങനെ ഒരു പൊളിച്ചെഴുത്ത് വന്നില്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കുക. അങ്ങനെ വെറുതെ യാത്ര ചെയ്യരുത്. വെറുതെ യാത്ര ചെയ്ത് മറ്റു സ്ത്രീകൾക്ക് അതിൻ്റെ ആനുകൂല്യം യഥാർത്ഥത്തിൽ ആവശ്യം വരുന്ന സ്ത്രീകൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറരുത്. താങ്ക് യു.